ഡോക്ടർ ഫെർണാണ്ടസ്. ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത്. എന്റെ പല്ലേ ഒന്ന് മുല്ലമുട്ട് പോലെ ആക്കി തരാം. സിമ്പിൾ. എത്രയോ പേരുടെ പല്ലുകൾ മുല്ലമുട്ട് പോലെ ആക്കിയിരിക്കുന്നു. ഒന്ന് ചിരിച്ച് സ്മൈൽ പ്ലീസ്. എന്നാടി ഞാൻ പെണ്ണാളാൻ വന്നപ്പോ ഇരുന്ന് നക്ഷത്രം പറിച്ചതുപോലെ ഇങ്ങോട്ട് നോക്കി ചിരിക്ക്. ചിരിക്കൂ പ്ലീസ്. കമാൺ കമാൺ. യെസ് യെസ് യെസ്. രണ്ട് കെട്ടിയിട്ടുണ്ടല്ലേ? എങ്ങനെ? രണ്ട് കെട്ടിയിട്ടുണ്ട്. എടി അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ നിന്നോട് ചോദിച്ചതാണ് നിനക്ക് ഇതിനു മുമ്പ് വല്ല ലൈൻ ഉണ്ടോ, കെട്ടിയതാണെന്ന് ഞാൻ ചോദിച്ചപ്പോ അന്ന് ഇവള് പറഞ്ഞില്ല. ഇപ്പൊ ഒരു പരിചയമില്ലാത്ത ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞില്ലേ ഒന്ന് കെട്ടിയതാണ്, അതിനുശേഷം വേറെ കെട്ടിയതാണ്. എന്റെ ഡോക്ടർ ഇങ്ങനോട് ഞാൻ മാന്യമായിട്ട് പറഞ്ഞതാ, ഞാൻ രണ്ട് കെട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞതാ. മനഃപൂർവ്വമല്ലേ എന്റെ തലയിലെടുത്തേക്ക് വെച്ച് തന്നത്. ഒന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ അതിന് മുമ്പേ ഞാൻ കെട്ടിയതാ, അതിന് ശേഷം ഇങ്ങനെ കൊണ്ടുപോയി എന്നെ കെട്ടിച്ചത്. അത് മേളം പറഞ്ഞു കഴിഞ്ഞു. എന്ത് പറഞ്ഞു കഴിഞ്ഞു? രണ്ട് കെട്ടിയെന്ന് പറഞ്ഞില്ലേ? എന്തിന് പെട്ടി കിടക്കെടുത്തോ കാര്യം. ആദ്യത്തെ കെട്ടിൽ നിനക്ക് എത്ര പിള്ളേരുണ്ട്? രണ്ടാമത്തെ കെട്ടിൽ എത്ര പിള്ളേരുണ്ട്? പല്ലില് കമ്പി കെട്ടിയ പിള്ളേരുണ്ടാവും. 2 പ്രാവശ്യം പല്ല് കെട്ടിയിട്ടുണ്ട്. കമ്പി പല്ലി അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? വാസന നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? വാസന ഞാൻ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ആള് നിക്കണ ഞാൻ നമ്മള് ഇത് കഴിഞ്ഞാൽ നിൽക്കുന്നോണ്ട് ഞാൻ പറഞ്ഞു വിട്ടോ, അല്ലെങ്കിൽ ഇവിടെ കൂമ്പിടിക്കാൻ സമയം ഉണ്ടല്ലോ. എന്തോ ഒരു സമയം. നിങ്ങൾക്ക് ആരാ? മനസ്സിലായില്ല? 10ാം ക്ലാസ് A ഡിവിഷൻ, ഫസ്റ്റ് ബെഞ്ച്, ഫസ്റ്റ് കുട്ടി, പച്ചപ്പാവാട യൂണിഫോം, വെള്ള ഷർട്ട്, 2 സൈഡ് മുടിയിട്ടേക്കണം, അസംബ്ലിക്ക് 3ാം സ്ഥാനത്ത്, പേര് ലില്ലി. ഞാനാ? ചേട്ടൻ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അതേ ക്ലാസ്സിൽ ലാസ്റ്റ് ബെഞ്ച്, ലാസ്റ്റ് കുട്ടി, അസംബ്ലിക്ക് നിന്നിട്ടില്ല, യൂണിഫോം ഇല്ലായിരുന്നു. പേര് റോണി തങ്കച്ചൻ. റോണി എല്ലാ ക്ലാസ്സിലും തോറ്റു കിടന്ന പൂവാല റോണിയല്ലേ? ആ റോണിയല്ലേ? ലില്ലി ആ പഴയ യൂണിഫോമിൽ നിന്ന് ചുരിദാറിലേക്ക് വന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ലില്ലിയുടെ ആ രൂപത്തിനും സൗന്ദര്യത്തിനും ആ ചിരിക്കും ഒന്നും ഒരു മാറ്റമല്ല. എവർഗ്രീൻ സുന്ദരി എന്നൊക്കെ പറയില്ലേ നമ്മുടെ മഞ്ജുവാരെ പോലെയൊക്കെ, അതുപോലെ തന്നെ എനിക്ക് വല്ല മാറ്റമുണ്ടോ? റോണിക്ക് താടിയും മുടിയൊക്കെ വളർത്തിരിക്കുന്നോണ്ട് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. പക്ഷെ സ്വഭാവം ഇപ്പോഴും മടത്ത പോലെ തന്നെ, പെണ്ണുങ്ങളെ കാണുമ്പോൾ. അല്ല, അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ ആൺപെൺ വ്യത്യാസമില്ല, എല്ലാവരോടും വളരെ ചിരിച്ചു കളിച്ചാണ് സംസാരിക്കുന്നത്. പെണ്ണുങ്ങളുടെ ഒക്കെ ഗ്രൂപ്പില് പറഞ്ഞായിരുന്നു എല്ലാരും റോണി നാട്ടിൽ വന്നിട്ടുണ്ടെന്ന്. ആണോ? എല്ലാവർക്കും ഞാൻ എന്ന് പറഞ്ഞ ഒരു ഹര. താജ്മഹൽ മുംതാസ്. ആരാവള്? മുംതാസ് ആരാന്ന്? ഏതാ അറബിച്ചി? അയ്യോ, അറബിച്ചിയുടെ മുംതാസിന്റെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് ഒരു മൊന്തക്കാത്തിരി 1 ഗ്ലാസ് വെള്ളം വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. വെള്ളം എടുക്കാനൊന്നും വയ്യ, ചായ. എടി നിനക്കറിയാവാ എനിക്ക് എന്തുമാത്രം സ്വപ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന്. എടി താജ്മഹൽ പോലൊരു വീട് പണിയണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് കെട്ടിയ ആൾക്കാരൊക്കെ മരിച്ച് മണ്ണടിഞ്ഞു പോയി. ഇനി എന്തിനാ അവരെ കുറിച്ച് പറയുന്നേ? എടി ഞാൻ അതല്ല പറഞ്ഞു വന്നത്. നിനക്കറിയല്ലോ ഗൾഫിൽ ഞാൻ അവിടുത്തെ അറബിയുടെ എല്ലാ തുണികളും അലക്കി കൊടുത്ത കാശിനാണ് ഈ വീട് മൊത്തം പണിയുന്നത്. അവിടെ വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്നോ? അവിടുത്തെ വാഷിംഗ് മെഷീനാണ് ഈ ഞാൻ. എന്താന്നറിയോ, അപ്പുറത്തെ വീട്ടിലെ ശ്രീജ ചേച്ചി നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ അന്ന് വാഷിംഗ് മെഷീൻ ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടെ ഞാൻ അതും കൂടി തരത്തില്ല. എന്റെ ദൈവമേ, നിനക്ക് വാഷിംഗ് മെഷീനാണടി പ്രാധാന്യം. പിന്നെ ഫ്രീ ആയിട്ട് ഒരു സാധനം കിട്ടുമ്പോൾ അത് വേണ്ടാന്ന് വെക്കണം. എടി ഞാൻ അതല്ല പറഞ്ഞു വന്നത്. പിന്നെ എടി എനിക്ക് വീടെന്ന് പറയുന്നിടത്ത് കുറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് നിനക്ക് പൈസ അയച്ചു തന്നെ എന്തിനാ? എന്റെ ഇഷ്ടത്തിന് ഒരു വീട് വെക്കാനിട്ട് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ നമുക്കൊരു 3 ബെഡ്റൂം ഉള്ള വീട് വേണമെന്ന്. നമുക്ക് എന്തിനാ 3 ബെഡ്റൂം? എടി 1 ബെഡ്റൂം നിനക്ക്, 1 ബെഡ്റൂം എനിക്ക്, 1 ബെഡ്റൂം എന്റെ അമ്മക്ക്, പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കിഡ്സ് റൂം, അതായത് പിള്ളേരുടെ റൂം. ഓ, വേറെ റൂമിലാണല്ലോ നമ്മൾ കിടക്കുന്നത്. പിന്നെ എന്തിനാ കിഡ്സ് റൂം? സംഭവം നമ്മുടെ ബന്ധുക്കൾ എല്ലാരും ഇങ്ങോട്ട് വരുമല്ലോ, അപ്പൊ അവരുടെ പിള്ളേരെ നമുക്ക് ആ റൂമിനകത്ത് കിടത്താം. എന്തായാലും സ്വന്തം കൊച്ചു വേണമെന്നുള്ള ചിന്തയില്ല. ഒന്നുമില്ല. ഇപ്പൊ എന്താ പറഞ്ഞ? ഇപ്പൊ എന്തോ പറഞ്ഞായിരുന്നു? അല്ല, ഇഷ്ടം അറിയാം. കൂട്ടുകാരിപ്പൊ എന്തോ പറഞ്ഞായിരുന്നു? ഞാനൊന്നും കേട്ടില്ല. അയ്യോ, ഒരു അരമണിക്കൂറിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ എന്റെ മനസ്സ് വേറൊക്കെ കൊടുത്തു പോയി എന്റെ കറുത്ത കാർന്നതിന് വേണ്ടി. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ അരിയ. കാരണം നിന്റെ പ്രായത്തിൽ എല്ലാ പയ്യന്മാർക്കും ഇങ്ങനെ തോന്നും കേട്ടാ. കാണാൻ കൊള്ളാവുന്ന ഇതുപോലത്തെ പെണ്ണുങ്ങളെ കാണുമ്പോ എല്ലാവർക്കും തോന്നുന്ന ഒരു സംഭവമാണ്. നീ തെറ്റിദ്ധരിക്കണ്ട, വിഷമിക്കണ്ട മോനെ. ഇനിയൊരു കാര്യം ചെയ്യാം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്കാ കരയൂ തീരത്തു കാണാം.
അമ്മ ഇയാള് ശരിയാവൂല. അമ്മയ്ക്ക് അറിയാമോ, ഇയാളുടെ കൂടെ പഠിച്ചവരൊക്കെ നല്ല ഉയർന്ന നിലയിലേക്കാ ഓരോ ദിവസം ചെല്ലും തോറും പോണത്. ഇയാളാണെങ്കിൽ അങ്ങനെയാണ്, ഓരോ ദിവസം ചെല്ലും തോറും താഴ്ത്തോട്ടാ പോണത്. എന്താണ് അങ്ങനെ? എന്റെ കൂടെ പഠിച്ചവരൊക്കെ കെട്ടിടത്തിന്റെ പണിയെടുത്ത് മുകളിലേക്ക് പോണത്. എനിക്കെന്താ പണി? കിണറിന്റെ പണി. ഞാൻ താഴേക്ക് പോയാലേ ഇവർക്ക് എന്നെ നട്ടാപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. അമ്മ ഇങ്ങനെ അമ്മ എന്തെങ്കിലും പറഞ്ഞ അങ്ങോട്ട് വർത്താനം പറഞ്ഞ് ജയിക്കാലോ. അണ്ണാ മോട്ടിക്കുന്ന പാപമല്ലേ അണ്ണാ? അയ്യോ ആരായി പറയുന്നേ? വിലാസിനി ചേച്ചി പറഞ്ഞത് ഈയിടെയായിട്ട് നിനക്ക് ഇച്ചിരി മോഷണ സ്വഭാവം കൂടുന്നുണ്ടെന്ന്. ഓയ്യോ അണ്ണൻ പറയണട്ടൊന്നും ഞാൻ വല്ല പണ്ടവും പണവും മോട്ടിച്ചെന്ന്. എന്ത്? എന്റെ ആ ലീല ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ തൈ മോട്ടിച്ചെന്നാണോ ഈ പറയുന്നത്? തയ്യാ കൊലച്ചേക്കുന്ന വാഴയാണോടി നിന്റെ തൈ? ആ ചേച്ചി വന്ന് എന്തെല്ലാം പറഞ്ഞെന്നറിയ? കുളിച്ച തെറിയ ചെവി പോയി. നല്ല പരിചയമുള്ള കാല്, പരിചയമുള്ള സാരി, അയ്യോ പരിചയമുള്ള അമ്മ. അയ്യ പരിചയമുള്ള അമ്മയല്ല, നിന്റെ സ്വന്തം അമ്മ തന്നെയാ. അയ്യോ അമ്മ കുമ്മ ഞാൻ പെങ്ങടുത്ത് പറഞ്ഞ ഇവിടെ കാണാൻ വരണ്ടാന്ന്. തറവാടിന്റെ മാനക്കട ഉണ്ടെങ്കിൽ ഇറങ്ങി പോയവളാ. കണ്ട നമ്മള് വരുമ്പോ തന്നെ അടിക്കാൻ വേണ്ടി ചൂരോട്ട് വെക്കണത്. അയ്യോ നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇവിടെ കമ്പിപ്പായിട്ട് നമ്മള് കുത്തിക്കൊല്ലാൻ വേണ്ടി. നമ്മൾ എന്തോത്തിനാ വന്നത്? കൊച്ചിന്റെ വിശേഷം അറിയാനല്ലേ. അതാദ്യം ഒന്ന് ചോദിക്കട്ടെ. മക്കളെ എത്ര മാസമായടി? 12 മാസമായി. ഇവളെന്തോ ആന? സാധാരണ ആനയാണ് 12 മാസം ഗർഭിണിയായിട്ടിരിക്കുന്നത്. ഇവളെന്തോ ആനയാണ് നീ? ഞാൻ അമ്മയെ കണ്ടിട്ട് 12 മാസമായിരുന്നു. അങ്ങനെ പറയട്ടെ വ്യക്തമായിട്ട്. എങ്ങനെ കാണുവടി, എങ്ങനെ കാണും? നീ ഒറ്റ ഒരുത്തിയെ അവൻ വന്ന് ഇതിങ്ങനെ കഴിഞ്ഞൊട്ടി വിളിച്ചപ്പോ പച്ചപ്പാതിരാത്തേക്ക് ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ എങ്ങനെ കാണും? പിന്നെ പെറ്റതുള്ളയായി പോയില്ലേ. ഇങ്ങനെ ഒരു വിശേഷം അറിയുമ്പോ വരാതിരിക്കാൻ പറ്റുവോ? മക്കളെ ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങിയോടി? അയ്യോ എന്റെ ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹം അമ്മേ. ഓ നിന്റെ വേട്ടന്റെ ചവിട്ടും തൊഴിയല്ല, വയറ്റി കിടക്കുന്ന കൊച്ചെ ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങിയോന്നാ ചോദിച്ചത്. കൊച്ചെന്നാ ജാക്കിച്ചാലല്ലേ ചവിട്ടും തൊഴിൽ തുടങ്ങാൻ? ഒന്ന് പോമച്ചോ അവിടുന്ന്. അച്ഛാ ഞാനേ നിങ്ങൾ വന്ന വിവരം ഞാൻ ചേട്ടനോട് വിളിച്ചു പറയാം. ചേട്ടൻ ഭയങ്കര സന്തോഷാവും. അല്ല അത് വേണ്ട ഞങ്ങൾ 3 പേര് വന്ന വിവരം ഇപ്പൊ വിളിച്ച് പറയണ്ട. അവൻ വരുമ്പോ ഒരു സർപ്പദോഷോ? സർപ്പോഷം എന്റെ അച്ഛന് സർവേക്കല്ല് എന്റെ അച്ഛന്. അച്ഛാ സർപ്രൈസ്. ആ സാധനം അത് അവിടെ കൊക്കുമുട്ടിയുടെ തലയിട്ടോണ്ട് ഒരു നിപ്പുണ്ടല്ലോ, അവളോട് ഒന്ന് സമാധാനം പറയാൻ പറ. അയ്യോ ഒന്ന് കാണട്ടെ. വൃത്തിയും തന്നെയുള്ളതിനെ ഒന്ന് കാണട്ടെ. ഞാൻ എന്തിയെ നിനക്ക് അസൂയ എവിടെ ഒരുങ്ങി കെട്ടി നടക്കണോ? നിനക്ക് അസൂയ. നോക്കത്തെ കുറെ വാരി തേക്കിടെ കൂളിംഗ് ഗ്ലാസ് തലയിൽ വെച്ചിട്ട് ഇറങ്ങിയേക്കണം. സച്ച് അൺകൾച്ചർഡ് അൺഎഡ്യൂക്കേറ്റഡ് സ്റ്റുപ്പിഡ് ഫെല്ലോ യു. ഇംഗ്ലീഷ് പറയണ്ടേ? അവൾ ഇനി ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി പറയൂടി. പറയൂടി, നിനക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടടി എന്റെ അടുത്ത് സംസാരിക്കാൻ?